ലേണേഴ്സ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 6 ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. അതിനെ നമുക്ക് CSR എന്ന് നമുക്ക് പറയാം. CSR അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തുകൊണ്ട് ഒരു ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആവണം? ഐഡന്റിഫൈ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ താല്പര്യമുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. അവരോട് നമ്മൾ എന്തൊക്കെ രീതിയിൽ റെസ്പോൺസിബിൾ ആവണം? അനാലിസിസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. നമ്മുടെ ബിസിനസ് എങ്ങനെ നമ്മുടെ സമൂഹത്തിനോടും സൊസൈറ്റിനോടും എൻവയോൺമെന്റിനോടും നമ്മൾ കടപ്പെട്ടിരിക്കണം, റെസ്പോൺസിബിൾ ആവണം. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് സ്റ്റേറ്റ് ദി എലിമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. അപ്പം ഇതിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റും അതേപോലെ ഓവറോൾ CSR എന്ന് പറയുന്ന കോൺസെപ്റ്റും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് CSR? CSR എന്ന് പറയുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ബിലോങ്സ് ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എങ്ങനെ നമ്മുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു, നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ, അതൊക്കെ നമുക്ക് നമ്മൾ നോക്കി കണ്ടെത്തുന്ന ഒരു സൊസൈറ്റി ഉണ്ട് നമ്മുടെ ചുറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ തന്നെ ബിസിനസ് എൻ്റെ പൈസ വെച്ച് ഞാൻ ഇടുന്നു, ഞാൻ എങ്ങനെ നടത്തിയാലും സൊസൈറ്റിക്ക് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് സൊസൈറ്റിയിലെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഫണ്ടുകൾ, പിന്നെ അതേപോലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ സൊസൈറ്റിനോട് തീർച്ചയായും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് refers to its obligation to take those decisions and perform those actions which are desirable in terms of the objects and values of our society. അപ്പം നമുക്കറിയാം റീസെന്റ് കൊക്കക്കോള എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏകദേശം എല്ലാവർക്കും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കാറ്റഗറി എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ. അപ്പോൾ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്? അവർ ബേസിക്കലി മാനുഫാക്ചർ ചെയ്യുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അപ്പോൾ നമുക്കറിയാം കൊക്കക്കോള ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നടുവേദനയ്ക്കോ തലവേദനയ്ക്കോ അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കോംപ്ലാനും ബൂസ്റ്റും ഒക്കെ നമ്മൾ പറയും. അതുപോലെ ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ കൊക്കക്കോള? ഒരിക്കലും ഇല്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അതൊരു അൺഹെൽത്തി ഡ്രിങ്ക് ആണ്, അൺഹെൽത്തി ബിവറേജ് ആണ് നമുക്കറിയാം. അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വെറുതെ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലായിട്ടിരിക്കുകയാണ് ഓക്കെയാണ് നമ്മൾ വെറുതെ കൺസ്യൂം ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ്സും കിട്ടാൻ ഇല്ല. പക്ഷേ അതേ സ്ഥാനത്ത് അതിന് മറുവശമുണ്ട്. എന്താണ്? നമുക്ക് ബെനിഫിറ്റ്സ് ഇല്ല എന്നുള്ള രീതി മാത്രമല്ല, അവിടുത്തെ അത് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് ഉണ്ടോ? തീർച്ചയായും അത് കുട്ടികളിൽ വരുത്തുന്ന ഡാമേജസ് അത് ഒരു സൈഡ് ഉണ്ട്. ബെനിഫിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി കൊക്കക്കോള എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതൊരു MNC ആണ്. MNC എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്താണ്? കൊക്കക്കോള ഒരിക്കലും ഒരു ഇന്ത്യൻ ബ്രാൻഡ് അല്ല. നമ്മൾ കൊക്കക്കോള മേടിച്ച് പൈസ കളയുന്നത് മുഴുവൻ വേറെ ഒരു രാജ്യത്തോട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. വേറെ രാജ്യത്തിനോട് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫണ്ട് ചെലവാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഒരു കൊക്കക്കോള മേടിക്കുമ്പോൾ. ഇനി വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊക്കക്കോളയുടെ ഒരു പ്ലാന്റ് കർണാടകയിൽ എവിടെയെങ്കിലും നമ്മൾ വെച്ചു. ഇവിടെ റീസെന്റ് കർണാടകയിൽ ഒരു പ്ലാന്റ് അടച്ചു പൂട്ടി കളഞ്ഞതേ ഉള്ളൂ, ബാൻ ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർണാടകയിലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പാർട്ടാണ് കർണാടക. കർണാടകയിൽ അവരുടെ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലെ. കൊക്കക്കോള നമുക്ക് ഇവിടെ കിട്ടും, കുറഞ്ഞ ചെലവിൽ കിട്ടുമായിരിക്കും, പല പല സാധനങ്ങൾ കിട്ടുമായിരിക്കും. ഇതൊക്കെ അടിപൊളി കാര്യങ്ങളാണ്. പക്ഷേ ഗ്രാജുവലി നമ്മൾ എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരുടെ കോൺസെപ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ചെലവ് എന്ന് പറയുമ്പോൾ വേറൊരു കൺട്രിക്കായിരിക്കും. നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകുന്ന ഇവിടുത്തെ ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജ്യൂസുകളോ അല്ലെങ്കിൽ തേങ്ങ വെള്ളമോ അങ്ങനത്തെ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഹെൽത്തിനും ബെനിഫിറ്റ്സ് ഉണ്ട്, ഡാമേജസ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് കോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായും അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? അവർ വേറൊരു രാജ്യത്തോട്ടായിരിക്കും ഈ ഒരു ബെനിഫിറ്റ്, നമ്മുടെ ആ ഒരു ഇൻകം, നമ്മുടെ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കൊക്കക്കോളയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അവർ നമ്മുടെ ഇവിടുത്തെ ആ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ജലം അല്ലെങ്കിൽ ലേക്സ്, ക്ലീൻ വാട്ടർ റിസോഴ്സ് ഉണ്ടല്ലോ, ക്ലീൻ വാട്ടർ റിസോഴ്സ് ഒക്കെ നമുക്കറിയാം വളരെ ചെറിയൊരു പെർസെൻറ്റേജിലെ നമ്മുടെ ഭൂമിയിൽ മൊത്തം അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ കുടിക്കാനും നമ്മുടെ ലോണ്ടറി ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വാഷിംഗ്, ക്ലീനിങ്, വാട്ടറിങ്, ഗാർഡനിങ് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്ലീൻ വാട്ടർ ആണ്. വളരെ ചെറിയൊരു പെർസെൻറ്റേജിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലീൻ വാട്ടറിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കർണാടകയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കൊക്കക്കോളയുടെ ആ ഒരു പ്ലാന്റ് എന്ത് ചെയ്തു? അവർ ഈ ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ആ ക്ലീൻ വാട്ടർ ചുമ്മാ കുടിച്ചാലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ. ആ ക്ലീൻ വാട്ടറിനെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ കൊക്കക്കോള എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കി വിടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല, മറിച്ച് ഡാമേജസ് മാത്രമാണ് ഹെൽത്തിന് പോലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിനോട് ചെയ്യുന്ന ഒരു നന്മയാണോ? അത് ശരിയാണോ? ഇത് അല്ല. ബിക്കോസ് നമ്മുടെ ഇന്ത്യയിലെ ഈ റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ വേറൊരു കൺട്രി അവരുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യൻസ് കൺസ്യൂം ചെയ്തിട്ട് ആ ഒരു കൺട്രിക്കാണ് നമ്മുടെ റവന്യൂ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൺട്രിയിലോട്ട് വന്നിട്ട് അവർ ചെയ്യുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ക്ലീൻ വാട്ടർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും അങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നതുകൊണ്ടും എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കൊക്കക്കോളയുടെ ഒരു പ്ലാന്റ് തന്നെ ബാൻ ചെയ്തു. കർണാടകയിലുള്ള പ്ലാന്റ് തന്നെ പൂട്ടിച്ചു. അതെന്തുകൊണ്ടാണ്? അത് ഈ ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ നമുക്കറിയാം പല രീതിയിലുള്ള വലിയ വലിയ വാൾമാർട്ട്, അതേപോലെ തന്നെ നമുക്കറിയാം KFC, പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മുടെ MNCs, അതായത് മറ്റ് കൺട്രീസിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ സ്പെഷ്യാലിറ്റി ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ച് അവരുടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു ചെറിയ വരുമാനം ഇതിൽ കൂടെ കിട്ടുന്നതുകൊണ്ട് അവർ ഇതിനെ സപ്പോർട്ടും ചെയ്യും. പക്ഷേ ബേസിക്കലി നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ഇറ്റ്സ് സൊസൈറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഓൾ ടുഗെദർ പഠിക്കാൻ പോകുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ഇനി എന്തുകൊണ്ട് സോഷ്യലി റെസ്പോൺസിബിൾ ആവണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇതെന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസിന്റെ മോറൽ റൈറ്റ് ആണ്, മോറൽ ഒബ്ലിഗേഷൻ ആണ്. നമ്മൾ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയാലും മാത്രം പോരാ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ഈ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന സൊസൈറ്റിയിലെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്, നമ്മുടെ സ്ഥാപനം വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലോട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം
എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാം, അതായത് നമുക്ക് ഇവിടെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുവാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. CSRന്റെ റൂൾസ് പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനി അതിന്റെ നെറ്റ് വർത്ത് 500 ക്രോറിന് 500 ക്രോറിന് മുകളിലോട്ട് നെറ്റ് വർത്ത് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ആവറേജ് പ്രോഫിറ്റ്സിന്റെ 2%, ആവറേജ് പ്രോഫിറ്റ്സിന്റെ 2% 2% എന്ത് ചെയ്യണം, CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് റൂള്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രയും കോടികൾ ഏൺ ചെയ്യുന്ന ഒരു കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഒരു 2% എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണോ? അല്ല. അപ്പം അത് അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ഇത്രയും വലിയൊരു റവന്യൂ ഏൺ ചെയ്യുന്നവർ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള നമ്മുടെ റോഡ് സൈഡിൽ ഹൈവേയുടെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റോഡൊക്കെ ആണെങ്കിൽ എന്താണ് ഈ റോഡ് മെയിൻറ്റൈൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ റോഡ് സൈഡിൽ നമുക്കറിയാം ഇപ്പം ഒരു 2 ലൈനിന്റെയോ 4 ലൈനിന്റെയോ ഒക്കെ റോഡ് ആണെങ്കിൽ അതിന്റെ നടുവിൽ കുറെ ഇങ്ങനെ പുല്ലും പിന്നെ അതേപോലെ എന്താണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സും പ്ലാന്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, എന്താണ് ബൈ SBI എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ബിഗ് കമ്പനീസ് അവർ ഫണ്ട് ചെയ്യും. അതാണ് നമ്മൾ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനീസ് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിലോട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണം. ഇത് നമുക്ക് നോക്കാനുള്ളതാണ് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഉണ്ട് അതിൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം എന്തായിരിക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? നമുക്ക് അടിപൊളിയായിട്ട് CSR ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഏതെങ്കിലും കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും ബിസിനസ്മാൻ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചില ഹെൽപ്പുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാവാം, എന്തൊക്കെ റീസൺസ് ആവാം എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യമേ നമുക്ക് പറയാം ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്, അതായത് റീസൺ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. അതായത് നമുക്കറിയാം ഏതെങ്കിലും കമ്പനി നമുക്ക് എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിന്റെ സൊസൈറ്റി ആയിട്ട് എതിർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുകയില്ല അല്ലേ? തീർച്ചയായും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കത്തേ ഇല്ല. ബിക്കോസ് നമ്മുടെ അടുത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കേണ്ടതുണ്ട്, പിന്നെ അതേപോലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ നമുക്ക് പിണക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ജനങ്ങളുണ്ട്, ഒത്തിരി സമൂഹം, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും നമുക്ക് ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റിയില്ലേ പോലും ആരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിണങ്ങി മാറി നിൽക്കാൻ അല്ലെങ്കിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി നമുക്ക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും കമ്പനീസ് CSR ആക്ടിവിറ്റീസ് അഡോപ്റ്റ് ചെയ്യുന്ന വഴി നല്ലൊരു രീതിയിൽ നല്ലൊരു ടേംസിൽ സൊസൈറ്റി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് വൺ ആണ് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം. ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി എന്ന് പറയുന്ന ഒരു ഒറ്റയ്ക്ക് ഒരു വ്യക്തിയോ ഒന്നുമല്ല, കമ്പനി അതിന്റെ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ടുഗദർ ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ആ സൊസൈറ്റിയിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ചില ഫേവറുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. നമുക്കറിയാം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും നമുക്ക് ടാക്സേഷനും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിൽ കമ്പനി ആയിട്ട് ഇന്റർഫിയർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് ഈ CSR ആക്ടിവിറ്റീസ് നമുക്കൊരു പരിധി കൂടുതൽ പ്രോഫിറ്റ്സ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ടാക്സ് ഒക്കെ നമ്മൾ പേ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസും കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് CSR ആക്ടിവിറ്റീസ് നമ്മൾ വോളണ്ടറി, അതായത് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാണ്ട് നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് വോളണ്ടറി ആയിട്ട് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഗവൺമെന്റിന് ഒത്തിരി അങ്ങോട്ട് ഇടപെടേണ്ട ആവശ്യം വരികയില്ല. നെക്സ്റ്റ് ആണ് ഫോർത്ത് പോയിന്റ് ആണ് മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി. മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിപ്പം ഇവർ ചെയ്യുന്നത്, കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും, അവരുടെ ഗ്രോത്ത് ആയിരിക്കും ലക്ഷ്യം. എന്താണെങ്കിലും എങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെയ്യുവാണെങ്കിൽ സൊസൈറ്റിക്ക് നല്ല അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവയർനെസ്സിന് വേണ്ടി ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ യൂണിഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നു, റോഡ്സ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റീസ് ആണ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിന് പകരം എന്ത് ചെയ്യാണ്, ചില ബിഗ് ജൈന്റുകളായിട്ടുള്ള കമ്പനികൾ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് തീർച്ചയായും സൊസൈറ്റിയുടെ ഒരു നന്മ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഫിഫ്ത്ത് വൺ ആണ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം ബിഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിനേക്കാളും കൂടുതൽ ഫണ്ടും പിന്നെ പവറും ഒക്കെ ഉണ്ടായിരിക്കും. അവർ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ഒക്കെ നല്ല അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തീർച്ചയായും ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട്, സൊസൈറ്റിക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനേക്കാളും നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൊസൈറ്റിയിലാണെങ്കിലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മൂന്നാർ ആ സൈഡിലൊക്കെ ഉള്ള ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫുഡ്, പിന്നെ അതേപോലെ യൂണിഫോംസ്, അതൊക്കെ ടാറ്റ ഗ്രൂപ്പുകളും അങ്ങനത്തെ ഒത്തിരി ആ ഒരു ഏരിയ പ്രിവിലേജ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ആ ഒരു ഏരിയ മൊത്തം അവർ പ്രൊവൈഡ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് അവർ വെക്കുന്നത് അവരുടെ വർക്കേഴ്സ് മാത്രമാണോ അവരുടെ സൊസൈറ്റി. നമുക്കറിയാം മൂന്നാർ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തതേ ഉള്ളൂ. മൂന്നാർ ഏരിയകൾ മൊത്തം ടീ ഫീൽഡും ഒക്കെയാണ് അല്ലേ, ടീ ഫീൽഡും പിന്നെ അതേപോലെ ടീ ഗാർഡനും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, ചെറിയ സ്കൂൾസ് ഉണ്ട്. അവിടെയൊക്കെ ഈ കമ്പനിക്കാരാണ് ബേസിക്കലി ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ നല്ല രീതിയിലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്ത സിക്സ്ത് പോയിന്റ് ആണ് കൺവേർട്ടിംഗ് പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ പ്രോബ്ലംസിനെ അവർക്ക്, അതായത് നമ്മുടെ കമ്പനീസിന് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇനി അടുത്താണ് ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ഈ ഒരു പോയിന്റ് കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസ്, ഇതിനു മുമ്പ് നമ്മൾ കണ്ട ആ ഒരു പോയിന്റ് തന്നെ ഏകദേശം സിമിലർ ആണിത്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആർക്കും പറ്റും അല്ലെ? അവിടെ ഒരു കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ തീർച്ചയായും പറ്റും. പക്ഷേ വളരെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, അവിടെ കൊണ്ടുപോയി ഒരു കമ്പനി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഹീറോയിസം അല്ലെ? അപ്പോൾ അതൊരു ബിസിനസ്സിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ അപ്പ് ആയിട്ട് വരും. പിന്നെ അതേപോലെ എട്ടാമത്തെ പോയിന്റ് വരുന്നത് ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ പ്രോബ്ലംസ്. അപ്പം പലപ്പോഴും എന്താണ് ഈ ചില പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചില പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്, അൺസേഫ് വർക്ക് പ്ലേസസ്
പ്രാക്ടീസസ് ഉണ്ട്, കറപ്ഷൻ ഇൻ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക്, ഇത് ബിസിനസിനെ റെസ്പോൺസിബിൾ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ചില ആർഗ്യുമെന്റ്സ് അഗേൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത്ര നല്ല കാര്യമല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ആണ് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ബിസിനസിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പം ഇവിടെ CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും 2% ഉള്ളൂ എന്ന് ഓർക്കണം. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് CSR ആക്ടിവിറ്റീസ്. ഈ സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. അതായത് നമുക്കറിയാം നമ്മുടെ കമ്പനി ഒരു 2% പ്രോഫിറ്റിന്റെ ഒരു 2% സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മുടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ 2% ചിലപ്പം കസ്റ്റമേഴ്സിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവർക്കുണ്ടായ ലോസ് എങ്ങനെയായാലും കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പീപ്പിൾ അവരെന്തായാലും ത്യാഗം ചെയ്ത് ജീവിക്കുന്നവരല്ല. അവർക്കുണ്ടായ ലോസ് അവർ മറു രീതിയിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് 1 രൂപ 2 രൂപയൊക്കെ കൂട്ടിയും പല രീതിയിലും അവർക്ക് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ടും ഒക്കെ രീതി അവർക്ക് മാറ്റി പെറുക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ 2% മീറ്റപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും ഒരു ത്രെറ്റ് ആണ്. കൺസ്യൂമേഴ്സിന് ചിലപ്പം ഈ ഒരു ബേർഡൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഇനി മൂന്നാമതാണ് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. നമുക്കറിയാം ബിസിനസിന്റെ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ബിസിനസിന്റെ ഓരോ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ വേണ്ടി അവിടെ അതിന്റെ മാനേജേഴ്സ് കാണും, ഒഫീഷ്യൽസ് കാണും. പക്ഷേ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ചിലപ്പം ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവാം. അത് എന്തൊക്കെയാവാം, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിലൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതേപോലെ ചൈൽഡ് മാരേജസ് ഒക്കെയാണ് പ്രോബ്ലം എങ്കിൽ അത് വേറെ ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനെപ്പറ്റി നല്ല രീതിയിലൊക്കെ സ്റ്റഡി ചെയ്താൽ മാത്രമാണ് നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ്സുകൾക്കും അത് പ്രോപ്പർ ആയിട്ട് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. അതായത് കമ്പനികൾ എന്ത് ചെയ്യുന്നു, കമ്പനികൾക്ക് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ഫണ്ട് തന്നെ കൊടുക്കുന്ന ഫണ്ട് തന്നെ പല രീതിയിലും മിസ്യൂസ് ആവപ്പെടാം. അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഫണ്ട് സൊസൈറ്റിയിലോട്ട് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഫണ്ട് ചിലപ്പോൾ വേറെ ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ പബ്ലിക് അത്ര കൂടുതൽ സഹകരിക്കണം എന്നില്ല. ഓക്കെ, ഇപ്പം അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ITC കമ്പനി. ITC കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി ഇത് പണ്ട് കാലം തൊട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് ബേസിക്കലി ടൊബാക്കോ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്കറിയാം ടൊബാക്കോ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽത്തിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നതും ക്യാൻസർ ഉണ്ടാക്കുന്നതും കോസ് ചെയ്യുന്നതായിട്ടുള്ള സാധനമാണ് ടൊബാക്കോയുടെ യൂസേജ്. അപ്പം അത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ITC എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ്, ITC എന്ന് പറഞ്ഞ കമ്പനി ടൊബാക്കോ ഉണ്ടാക്കുന്നതാണോ? അല്ല. അല്ലെ, ITC വേറെ പല രീതിയിലും ഇത്രയും നാളും കൊണ്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവ്സിന് മറികടക്കാൻ വേണ്ടി ഇപ്പോൾ അവർ എന്ത് ചെയ്യുവാണ്, ITC കമ്പനി വേറെ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ലൈനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. കോസ്മെറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫുഡ്, അല്ലെ, കുട്ടികൾക്കുള്ള ഫുഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ അവരുടെ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ നോട്ട്ബുക്ക് മേടിക്കുമല്ലോ, അല്ലെ, അപ്പം ആ നോട്ട്ബുക്സ് ഒക്കെ എന്താണ്, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ ബുക്സും സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറേ നാളുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു പേര് മാറ്റി മാറ്റി വന്നത്. പക്ഷേ സ്റ്റിൽ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി എന്ന് പറയുന്ന ആ ഒരു ദുഷ്പേര് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ, ആ ഒരു പേര് അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ അവർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റീവ് ആസ്പെക്ട് വിട്ടിട്ട് ഇപ്പം അവർ എന്ത് ചെയ്യുകയാണ്, അവർ പോസിറ്റീവിലോട്ട് കടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 4 ടൈപ്സിലാണ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്കണോമിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 രീതിയിലാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏറ്റവും ആദ്യത്തെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യത്തെ ആ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ എക്കണോമിക്കലി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊഡ്യൂസ് ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സും സർവീസസും ഒക്കെ എക്കണോമിക്കലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം നമുക്കറിയാം ഒരു ചെറിയൊരു ഇപ്പം സാധനം നമുക്ക് എടുക്കാം, കിൻഡർ ജോയ്, അല്ലെ, കിൻഡർ ജോയ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് അറിയാൻ മേലാത്ത ഒരു കുട്ടിയും കാണിയല്ലേ, അതിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഇതാണ് ഇതിന്റെ ഷേപ്പ്. അതിലാകെ ആ ഒരു മേളിൽ അതിന്റെ ഒരു ടോയും കാണും. ആ ടോയ് നമുക്കറിയാലോ, പെരുന്നാൾ സ്ഥലത്ത് പോലും ഇതുപോലത്തെ ലോക്കൽ സാധനം കിട്ടിയില്ല, അങ്ങനത്തെ ഒരു സാധനവും കിട്ടും. പക്ഷേ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മൂട്ടിലൊരു ചിരി ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ 50 രൂപ മുടക്കി ഈ സാധനം മേടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 50 രൂപ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ചെറിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് 50 രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു വലിയൊരു ലോസ് തന്നെയാണ്, റൈറ്റ്. അപ്പം ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാമേജിങ് പ്രൊഡക്റ്റ് അല്ല, പക്ഷേ കുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നമുക്ക് ഇതിനുള്ള ഈ ഒരു പ്രൊഡക്റ്റിനുള്ള ഇത്രയും മൂല്യത്തിനുള്ള ഒരു പൈസ കൊടുക്കുന്നതിന് മൂല്യം കിട്ടുന്നുണ്ടോ ശരിക്കും? നമുക്ക് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കണം, എക്കണോമിക്കലി ഫെയർ ആയിരിക്കണം. അടുത്താണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, എവറി ബിസിനസ് ഹാസ് റെസ്പോൺസിബിലിറ്റി ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ലോസ് ഓഫ് ദ ലാൻഡ്. അതായത് ലീഗലി നമ്മളിപ്പോൾ ഏത് നാട്ടിലാണോ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് ആ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഓരോ ബിസിനസ്സുകാരും മനസ്സിലാക്കുക. ഇനി അടുത്താണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനാണെങ്കിലും എത്തിക്സ് ഒരു നമുക്കറിയാം ഒരു എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്വമേധയാ തോന്നി വരുന്ന ഒരു ബിഹേവിയർ ആണ്, അല്ലെ, സ്വമേധയാ തോന്നി വരേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിസ്കണ്ടക്ട് ഇല്ലാണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, ഒരു കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ഹോൾ സോൾ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരിക്കലും നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി അല്ല. ഇപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം അറേബ്യൻ കൺട്രീസ്, ഇപ്പം UAE കൺട്രീസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ലിക്കർ എന്ന് പറയുന്നത് എന്താണ്, അത് ബാൻ ചെയ്തിരിക്കുന്ന ഐറ്റമാണ്, അല്ലെ. അതേപോലെ പോർക്ക് മീറ്റ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ നേരെ അവിടെ പോയിട്ട് ഒരു കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ അവരുടെ ഷോപ്പ് ഇടുവാണ്, ലിക്കർ ഷോപ്പോ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ഇടുവാണ്.
അപ്പം വലിയ കാര്യമായിട്ട് നമ്മൾ എന്താണ് പന്നീരൊക്കെ കശാപ്പ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരസ്യമൊക്കെ കൊടുക്കുകയാണെങ്കിലോ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിലോ അവർ തീർച്ചയായും നമ്മളെ പിടിച്ചിട്ട് അറേബ്യൻ ജയിലിലോട്ട് കൊണ്ടുപോയിടും അല്ലേ. അപ്പം അതെന്താണ്, നമ്മൾ അവിടുത്തെ ഒരു ലോനെ വയലേറ്റ് ചെയ്യുകയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആ ഒരു സൊസൈറ്റിനോട് കാണിക്കേണ്ട ഒരു ബഹുമാനം, അവിടുത്തെ റൂൾസിനോട് കാണിക്കേണ്ട ഒരു ബഹുമാനം കാണിക്കുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതാരും ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ല, അല്ലെങ്കിൽ ഈ കമ്പനീസോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ സ്വമേധയാ ചെയ്യുന്ന വോളണ്ടറി ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അത് ഏതൊക്കെ രീതിയിലാവാം? അതെന്ന് പറയുമ്പോൾ ഫ്ലഡിന്റെ ടൈമിൽ നമ്മൾ കണ്ടായിരുന്നു, ഫ്ലഡിന്റെ ഒക്കെ ടൈമിൽ പല സ്ഥാപനങ്ങളും ഈ ഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലെ, ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടും. പിന്നെ അതുപോലെ ഫണ്ടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓഫർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? എർത്ത്ക്വേക്കിന്റെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസാസ്റ്ററിന്റെ ഒക്കെ ടൈമിൽ പല സ്ഥാപനങ്ങളും ഇതുപോലെ ഹെൽപ്പുകൾ ചെയ്യാറുണ്ട്. കുറെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പറിന്റെ ഇതിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ എന്ത് ചെയ്യും, അവർ സ്വമേധയാ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തോന്നിയിട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. വയനാട് ദുരന്തമൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാർ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും അതേപോലെ സ്ഥാപനങ്ങളും ഒക്കെ ഇതുപോലത്തെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ചില റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും അത് അതിന്റെ സൊസൈറ്റി ആയിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ഇനി ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം ഇതിന്റെ അകത്ത്? ഇവിടെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആരോടൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമെയാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. കമ്പനിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് നമുക്ക് വിളിക്കാൻ പറ്റും. ഇവരോട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തായിട്ടാണ് അവരുടെ വർക്കേഴ്സ്, മൂന്നാമത്താണ് കൺസ്യൂമേഴ്സ്, ലാസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ബേസിക്കലി നമ്മുടെ കമ്പനിക്ക് റെസ്പോൺസിബിൾ സോണിൽ ഉള്ളത്. ഇനി ഏത് രീതിയിലാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിനുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി? അത് തീർച്ചയായും നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കമ്പനിയെ വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി അവർക്ക് എന്ത് കൊടുക്കാൻ ബാധ്യതയുണ്ട്? ഫെയർ ആയിട്ടുള്ള റിട്ടേൺ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഭാഗം അവർക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് കൊടുക്കാനുണ്ട്. ഇനി വർക്കേഴ്സുമായിട്ട് എന്താ ബന്ധം? നമുക്കറിയാം, എത്ര നൂതന ടെക്നോളജി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വർക്കേഴ്സ് പ്രവർത്തിക്കാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബിസിനസ് എന്ത് പോകും? താഴത്തോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വർക്കേഴ്സിന് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, അവർക്ക് കൊടുക്കാനുള്ള ഫെയർ ആയിട്ടുള്ള വേജസ്, സാലറീസ് അല്ലെ. പിന്നെ ആവശ്യം വന്നാൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അതിൽ അവർക്ക് അവരുടേതായ ബോണസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ എങ്ങനെ പോയാലും വർക്കേഴ്സിനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെച്ചേ മതിയാവുള്ളൂ. എന്നാൽ മാത്രമാണ് അവരുടെ ഒരു സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി കൺസ്യൂമേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലോ, കൺസ്യൂമേഴ്സിന് നമുക്കറിയാം, നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതായത് സേവനം അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ഏത് രീതിയിലുള്ളതാവണം? നല്ല നിലവാരത്തിലുള്ളതാവണം. അതിൽ ഒരു അഡൾട്രേഷൻ പോസിബിൾ ആവരുത്. അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്? അതിലൊരു മായം കലർത്ത്. ഇപ്പോൾ പല സാധനങ്ങളും നമ്മൾ മേടിക്കുമ്പോൾ അറിയാം അതിലെന്താണ് ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഐറ്റംസും കളേഴ്സ് ചേർത്തതും, പിന്നെ ഫുഡ് ഐറ്റംസിലാണ് സ്പെഷ്യൽ ആയിട്ടും അല്ലെ. അപ്പം അതിൽ യാതൊരു രീതിയിലുള്ള ഫ്രോഡ് കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതേ സ്ഥാനത്ത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും പിന്നെ കസ്റ്റമേഴ്സിനോട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റവും മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിനോട് ഫോളോ ചെയ്യാൻ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. ഇനി ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിനോടും എന്തായിരിക്കും റെസ്പോൺസിബിലിറ്റി? ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിനോടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോസ്, നിയമങ്ങളെ പാലിക്കുക, അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ. നമ്മുടെ ഇവിടെ കുറേ നിയമങ്ങളുണ്ട്, നമ്മൾ നോക്കുമ്പോൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ ഇത് പാലിക്കുന്ന എത്ര പേര് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? ലോസ് ഫോളോ ചെയ്താൽ തന്നെ ആ രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു വലിയ നന്മയാണ്. പിന്നെ ടാക്സസ് പേ ചെയ്യുക, കറക്റ്റ് ടൈമിൽ ടാക്സ് പേ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ഒരു സൊസൈറ്റിയിലെ നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ സൊസൈറ്റി, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ നമ്മൾ ഡാമേജ് ചെയ്യാത്ത രീതിയിൽ ബിസിനസ് നടത്തുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ ഇത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിനെയും ഒക്കെ നമുക്ക് സേവിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ചിലപ്പോൾ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം സമൂഹത്തിന് വേണ്ടിയിട്ട്. അത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. സോ ഹു ഓൾ ആർ ദി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്കറിയാം, നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇടുമ്പോഴത്തേക്കും കുറെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി എൻവയോൺമെന്റുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനം. കൊക്കോളയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അല്ലെ. കൊക്കോള എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള റിസോഴ്സസ്, വാട്ടർ റിസോഴ്സിനെ ഡാമേജ് ആക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതിനെ ബാൻ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു അതിന്റെ ബിസിനസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവന്റെ ബിസിനസ് ആവണം. ഇനി ഏതൊക്കെ രീതിയിലാവാം ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാൻ പറ്റുന്നത്? ചില പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ മാൻമെയ്ഡ് ആണ് അല്ലെ. സ്വന്തമായിട്ട് DIY എന്ന് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഓരോ പ്രോബ്ലംസ് ആണ്. ഇനി ചിലതെന്ന് പറയുമ്പോൾ എന്താണ്? ചില നാച്ചുറൽ പ്രോബ്ലംസ് ആണ്, നാച്ചുറൽ കലാമിറ്റീസ് ആണ് അല്ലെ. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഫ്ലഡ്, എർത്ത്ക്വേക്ക്. ഇതെല്ലാം എന്താണ്? എർത്ത്ക്വേക്ക്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ദൈവം തന്നെ ഇങ്ങോട്ട് തരുന്ന സാധനങ്ങളാണ് അല്ലെ, പ്രശ്നങ്ങളാണ്. ഇനി മാൻമെയ്ഡ് എന്താണ്? മനുഷ്യനായിട്ട് മൈനിങ് ചെയ്യുന്നു അല്ലെ. മൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായും നമുക്ക് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കാടുകളൊക്കെ വെട്ടി നിർത്തി അവർ ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ആവശ്യങ്ങളൊക്കെ നിറവേറ്റും. പിന്നെ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ റോഡ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും എല്ലാം ഇതിന്റെ മാൻമെയ്ഡ് പ്രോസസ്സിൽ വരും. ഓക്കെ, അപ്പം ഇതെന്താണ്? ഫാക്ടറികൾ സെറ്റ് ചെയ്യുന്നത് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് വഴി എന്താണ്? എൻവയോൺമെന്റിനെ നമ്മൾ ഡാമേജ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ നോക്കുക. ഇതിപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് മാത്രം പറയുകയാണ്. കോസസ് ഓഫ് പൊല്യൂഷൻ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലെ. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? തീർച്ചയായും ഇത് മാൻമെയ്ഡ് റിസോഴ്സ് അല്ല, മാൻമെയ്ഡ് കോസ് ആണ്
എന്താണെന്ന് അറിയാലോ. അപ്പം ഇത് ഹ്യൂമൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കലാവിരുതാണ് പൊല്യൂഷൻ. ഈ പൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ഇതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് എയർ പൊല്യൂഷൻ, സെക്കൻഡ് വൺ ആണ് വാട്ടർ പൊല്യൂഷൻ, മൂന്നാമത്താണ് ലാൻഡ് പൊല്യൂഷൻ ആൻഡ് ഫോർത്ത് വൺ ആണ് നോയിസ് പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. റിഡ്യൂസ്ഡ് എയർ ക്വാളിറ്റി, AQI എന്ന് പറയും. ഓക്കെ, എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഡൽഹി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റലാണ് അല്ലേ. വളരെ പ്രൗഡായിട്ട് നമ്മൾ പറയും നമ്മുടെ ക്യാപിറ്റലാണ്. പക്ഷേ അവിടെ ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. അതായത് വളരെ മോശം രീതിയിലുള്ള ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത്. എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റിയല്ലാത്ത രീതിയിലുള്ള ഒരു എയർ ആണ്. അതുപോലത്തെ ഒരു ക്വാളിറ്റി ഓഫ് എയർ ആണ് നമുക്ക് അവിടെ ശ്വസിക്കാൻ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ എയറിന് ഡാമേജ് ചെയ്യുന്ന എന്തൊക്കെ രീതിയിലാവാം. നമ്മൾ ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർഫ്യൂംസ് ഉൾപ്പെടെ അതിന്റെ അകത്ത് ഭാഗമാണ് കേട്ടോ. പെർഫ്യൂംസ്, സ്പ്രേകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ചില മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ അല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന ബ്ലാക്ക് പുകയും വൈറ്റ് പുകയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മേലോട്ട് ചെന്നിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഭൂമിയുടെ നമ്മുടെ എർത്തിന് ചുറ്റും നിൽക്കുന്ന ഈ ഒരു ഓസോൺ ലെയർ ഉണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ലെയർ, അതിൽ എന്ത് ചെയ്യാണ് ഓട്ടം വീഴ്ത്തുകയാണ്. അപ്പോൾ ഇതിൽ ഹോൾസ് വീഴുന്ന വഴി എന്ത് സംഭവിക്കും, നമ്മുടെ സൺ ഇങ്ങനെ കത്തി 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 നിൽക്കുന്ന ഈ സണ്ണിന്റെ താഴത്തോട്ട് വരുന്ന റേസ് തുളഞ്ഞങ്ങ് കയറും അല്ലെ, നമ്മുടെ ഭൂമിയിലോട്ട് നേരെ ഈ സ്ട്രോങ് ആയിട്ടുള്ള UV റേസ് പതിക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് പലപ്പോഴും ആസിഡ് റെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാണാൻ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണാറുണ്ട് UV റേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചൂടിനൊക്കെ എന്ന് പറയുമ്പോൾ അതുപോലെ ഭയങ്കര ഒരു ഹോട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ. അതുവഴി എന്ത് സംഭവിക്കാറുണ്ട്, നമ്മുടെ സ്കിൻ വരെ ഡാമേജ് ആയി പോകാറുണ്ട്. അപ്പം അതുപോലെ ബേൺ ആയി പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്, അതൊക്കെ ഈയിടെ കണ്ടുവരുന്ന ഓരോ പ്രോബ്ലംസ് ആണ് അല്ലെ. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ അതുപോലെ കൃഷിപ്പണിയും ഇതൊക്കെ ചെയ്ത് വെയിലത്ത് നടക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അതൊന്നും ആ ഒരു കോൺസെപ്റ്റിൽ അന്നത്തെ കാലത്ത് അതൊന്നും കാണാൻ പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രോബ്ലം. ഇനി അടുത്തായിട്ടാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെയാണ്. വാട്ടർ പൊല്യൂഷൻ ഒത്തിരി ഒരു റൈസിംഗ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ബിക്കോസ് നമുക്കറിയാം പല ഫാക്ടറീസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ വാട്ടർ റിസോഴ്സസ് യൂസ് ചെയ്യാത്ത ഒരു ബിസിനസ് സ്ഥാപനം കാണിയാൽ അല്ലെ. എത്ര ടെക്നോളജിക്കലി ഉള്ള ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ യൂസ് ചെയ്യാറുണ്ട് ഈ വാട്ടർ റിസോഴ്സസ്. പിന്നെ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സിനെ പറ്റി ഇതോ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർ തീർച്ചയായും ഇതില്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഈ ഔട്ട്ലെറ്റ് ഒക്കെ ചിലപ്പം ചില റിവേഴ്സിലോട്ടോ ഒക്കെ ഇവരെന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കി ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തോട്ട് കെമിക്കൽസ് മിക്സ്ഡ് അപ്പ് ആകുമ്പോൾ ഈ ഇതിന്റെ അകത്ത് വെള്ളമൊക്കെ മലിനമാകുന്നു. അതേപടി ഇവിടുത്തെ മറൈൻ റിസോഴ്സസ് എല്ലാം ചത്തുപോകും. പലപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട് പല ഇങ്ങനത്തെ ഈ പറയുന്ന കെമിക്കൽസ് ഒക്കെ ഇവർ ഈ വേസ്റ്റ് കെമിക്കൽസും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഔട്ടേജും പിന്നെ ഡംപ് ഒക്കെ ചെയ്യുന്നതോറും മെറൈൻ റിസോഴ്സസ് ഒക്കെ ചത്തുപൊങ്ങാറൊക്കെ ഉണ്ട്. ഇനി ഈ വെള്ളം തന്നെ നമുക്ക് കൺസ്യൂം ചെയ്താലോ, എത്ര നമ്മൾ മിനറൽ ആക്കിയോ അല്ലെങ്കിൽ എത്ര നമ്മൾ അതിനെ പ്യൂർ ആക്കി എടുത്താൽ പോലും അതിലൊരിക്കലും പ്യൂർ വാട്ടർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പൊല്യൂട്ടഡ് ആയി മാറും. നെക്സ്റ്റ് ആണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ എങ്ങനെയായിരിക്കും സംഭവിക്കുക, ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാൻഡിന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അത് എന്തുകൊണ്ടാണ് ഈ ലാൻഡ്, അതായത് നമുക്ക് ഈ ലാൻഡിന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നമുക്ക് പിന്നീട് ഒരു അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് പോലും ചെയ്യാൻ പറ്റാണ്ട് വരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അത് ബേസിക്കലി എന്തുകൊണ്ടാണ്, ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വഴി സംഭവിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ ബേസിക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഹയസ്റ്റ് അതായത് ഡെസിബിൾസിലാണ് നമ്മൾ നോയ്സിനെ, അല്ലെങ്കിൽ നമ്മൾ ഹിയറിംഗ് കപ്പാസിറ്റിനെ അളക്കുന്നത് നമുക്കറിയാലോ അല്ലെ. അപ്പോൾ ഈ ഡെസിബിൾസ്, അതായത് ഹൈ ഡെസിബിൾ ഉള്ള ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യോ, നമ്മൾ DJ പാർട്ടികൾ കണ്ടക്ട് ചെയ്യുകയും പിന്നെ അതേപോലെ പല കൺസേർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, മ്യൂസിക് പ്രോഗ്രാംസും സ്റ്റേജ് ഷോകളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ, കല്യാണ പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഏറ്റവും ഹൈ വോൾട്ടേജ് നമ്മൾ നാട് മുഴുവൻ ഇളകുന്ന രീതിയിലായിരിക്കും സൗണ്ട് വെക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ലീഡ്സ് ടു നോയ്സ് പൊല്യൂഷൻ. അപ്പം അതുവഴി സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ നോയ്സ് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നമുക്ക് തീർന്നു പോയില്ലേ എന്നല്ല, ഇതിന്റെ പ്രോബ്ലം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില ആനിമൽസിന് നമുക്കറിയാം ആനിമൽസിന്റെയും ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ ഹിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഡോഗ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനിമൽസിനൊക്കെ ഇപ്പോൾ എർത്ത് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് നേരത്തെ അറിയാമെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഭൂമി വിളിങ്ങിയാൽ പോലും നമ്മൾ സ്കൂർക്കും വലിച്ച് ഉറങ്ങായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ആനിമൽസിനൊക്കെ ഇത് മുൻകൂട്ടി അറിയാൻ പറ്റും, ആ വൈബ്രേഷൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരാകെ അസ്വസ്ഥരായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു വൈബ്രേഷൻസ് ഹെവി ആയിട്ടുള്ള ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെവി അല്ല, മൈന്യൂട്ട് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ നമ്മൾ ഹൈ ഡെസിബിൾസിലുള്ള സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ റോക്ക് മ്യൂസിക്കും ഹൈ മെറ്റൽ മ്യൂസിക്കും ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ആനിമൽസ് എന്ന് പറയുമ്പോൾ ബോത്ത് ലാൻഡ് റിസോഴ്സസും വാട്ടർ റിസോഴ്സസും എല്ലാം ആവാം, അതേപോലെ ബേർഡ്സും എല്ലാം, ഇവയെല്ലാം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് നൈറ്റ് എന്ന് പറയുമ്പോൾ. നൈറ്റ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് DJ പാർട്ടിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തീർച്ചയായും നമ്മുടെ ഈ ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇൻഫൻസ്, കുഞ്ഞു കുട്ടികൾ, അതേപോലെ ബോൺ ആവാത്ത കുഞ്ഞുങ്ങൾ, പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിലും അമ്മമാരാണെങ്കിലും വലിയ വലിയ ലൗഡ് സ്പീക്കേഴ്സിന്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കുകയും അതൊക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായും അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ ആണെങ്കിലും അതിന്റെ ഹിയറിംഗ് ലോസിന് കാരണമാവാം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. അപ്പോൾ നമുക്കറിയാം ഇത് ഏത് പൊല്യൂഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ നമുക്ക് അതിനൊന്ന് കൺട്രോൾ ചെയ്യേണ്ടേ, തീർച്ചയായും അത് കൺട്രോൾ ചെയ്യേണ്ട എഫേർട്സ് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വൺ ഇസ് റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും ആദ്യം പറയുന്നതാണ് റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ്. ഈ ഹെൽത്ത് ഹസാർഡ്സിന് നമുക്ക് കുറയ്ക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിന്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് അറിയാം, അതായത് പണ്ടൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക് ബാഗ്സ് ആയിരുന്നു. ഓക്കെ, അവരുടെ ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ബാഗ്സ് ആയിരുന്നു. അതോടെ എന്ത് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ വരുന്ന സാധനം എപ്പോഴെങ്കിലും പ്ലാസ്റ്റിക് ബാഗുകൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. റിട്ടേൺ അടിക്കുവാണെങ്കിൽ മാത്രം നമുക്കത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം എവിടെയെങ്കിലും ചുട്ടിക്കൂട്ടി കളയും, കത്തിക്കും, ഇതൊക്കെ ചെയ്യും. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, കോസിംഗ് ഡാമേജ് ടു ദ എൻവയോൺമെന്റ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്തു, അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് അവരിപ്പോൾ പേപ്പർ ബാഗ്സിലാണ് സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായും അതൊരു ചെറിയൊരു സ്റ്റെപ്പാണ്, ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു സ്റ്റെപ്പാണ് ടുവേർഡ്സ് സ്റ്റോപ്പിംഗ് പൊല്യൂഷൻ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റിഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ലൈബിലിറ്റി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈ പറഞ്ഞ ഡാമേജസ് ഉണ്ടാക്കേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന വഴി ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലെ ആൾക്കാർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെതായ ഒരു കോമ്പൻസേഷൻ ഈടാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി എന്ത് സംഭവിക്കും, കമ്പനീസ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവാൻ
ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് സേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ മാറ്റം വരുന്ന വഴി കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനി ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരവരുടെ പാക്കേജിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെതായ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അത് ബേൺ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പം അവരും സെയിം ചെയ്യുന്ന എന്താണ്, അവരും പൊല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു കുറച്ചുകൂടി കോഓപ്പറേറ്റീവ് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിട്ടുള്ള കുറച്ചുകൂടി നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലോട്ട് മാറുകയാണെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ അവർക്ക് ഇതുപോലത്തെ കോസ്റ്റുകൾ ഷട്ട് ഡൗൺ കുറയ്ക്കാൻ പറ്റും. ഇനി ഫോർത്ത് പോയിന്റ് ആണ് ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എയും ഉണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻ ബിയും ഉണ്ട്. അപ്പം ബിസിനസ് ഓർഗനൈസേഷൻ എ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഇക്കോളജിക്കലി വലിയൊരു പൊല്യൂഷൻ ഉണ്ടാക്കാത്തവരാണ്. അതേപോലെ എക്കണോമിക്കലി എന്ന് പറയുമ്പോൾ കമ്പനി ബി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ എൻവയൺമെന്റിന് കുറച്ച് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. എ എന്ന് പറയുമ്പോൾ അവർ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ബി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എക്കണോമിക്കലി ഡാമേജ് എൻവയൺമെന്റിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് ആരോടായിരിക്കും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റിയും കുറച്ചുകൂടി ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്നത്? തീർച്ചയായും കമ്പനി എയോടായിരിക്കും. ബിക്കോസ് കമ്പനി ബി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊഡക്ട്സ് നല്ലതായിരിക്കാം, പക്ഷെ എന്നാലും അത് സൊസൈറ്റിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വേറെ ചില സോഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് നമുക്കിവിടെ ഈ ഒരു പോയിന്റിൽ കാണാൻ പറ്റും, പൊല്യൂഷൻ കൺട്രോൾ റിസൾട്ട്സ് ഇൻ മെനി അതർ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ്? ക്ലിയറർ വിസിബിലിറ്റി, ക്ലീനർ ബിൽഡിംഗ്സ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ഇൻ എ പ്യൂറർ ഫോം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാനുള്ളതാണ് ബിസിനസ് എത്തിക്സ്. ഇപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സാധാരണഗതിയിൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എത്തിക്സ് ഇല്ലാത്ത പെരുമാറ്റം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ടേം കേട്ടിട്ടുണ്ട്. എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളോട് ചെയ്യുന്ന ഒരു ദ്രോഹം, അതിനെയാണ് ബേസിക്കലി എത്തിക്സ് എന്ന് പറയുന്നത്, എത്തിക്സ് ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ പല ബിസിനസ്സുകൾക്കും നമുക്കറിയാം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്, അല്ലെ? അവർ എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് നമുക്കറിയാം. ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണ്? രണ്ട് രീതിയിലാവാം. ഒന്നാമത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുത്തിക്കൊണ്ടാവാം. ഇനി അത് റോങ് ആയിട്ടുള്ള രീതിയിലാവാം. ഇനി അതല്ലാതെ നമ്മുടെ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ സേവ് ചെയ്ത് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം വൈ ഷുഡ് ബിസിനസ് ഹാവ് എത്തിക്സ്? ബിസിനസ്മാൻ കണ്ടക്ട് ചെയ്താൽ പോലെ അതിന് എന്തുകൊണ്ട് എത്തിക്സിന്റെ ഒരു ആസ്പെക്ട് നോക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ആൻസർ ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് CSR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു. അതായത് ബിസിനസ് ഈ സൊസൈറ്റിയിലെ റിസോഴ്സസ് ഉപയോഗിച്ച് ബിസിനസ് റൺ ചെയ്ത് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുന്നത് കൊണ്ട് അതിന് സൊസൈറ്റിയോട് ഒരു ബാധ്യത ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ എത്തിക്സിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാണിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ദ വേർഡ് എത്തിക്സ് ആസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദ ഗ്രീക്ക് വേർഡ് എത്തിക്സ്, which means character, norms, ideals or morals prevailing in a group or society. അപ്പം എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചില ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട്, ചിലത് നമ്മൾ ചെയ്യാൻ മേലാത്തതുണ്ട്, അല്ലെ? അപ്പം അത് നോക്കി കണ്ടും നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എത്തിക്കൽ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് എലിമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ ചില എലിമെന്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും ആദ്യമേ പറയുന്നതാണ് ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്. നമുക്കറിയാം ബിസിനസിന്റെ എത്തിക്സ് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മേളിൽ ടോപ്പ് മാനേജ്മെന്റ്, ഇടയ്ക്ക് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഏറ്റവും താഴെ ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ ബിസിനസ് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എത്തിക്കൽ ബിഹേവിയർ അല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ മെയിൻ റെസ്പോൺസിബിൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ബിക്കോസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നമ്മൾ പറയും ബ്രെയിൻ ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയും. ബിക്കോസ് ഈ ബ്രെയിൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിലായിരിക്കും താഴത്തോട്ടുള്ള ആ ഒരു പോക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ തന്നെ നമുക്ക് എന്താണ് എത്തിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണാൻ പറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് കമ്പനിയുടെ കസ്റ്റമേഴ്സിനോടുള്ളതും പിന്നെ അതേപോലെ സൊസൈറ്റിനോടുള്ള പെരുമാറ്റത്തിലും അവരുടെ ടേൺ അബൌട്ടും അറിയാൻ പറ്റും. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് ഒരു ഒരു എത്തിക്കലി സൗണ്ട് അല്ലാത്ത ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ കമ്മിറ്റ്മെന്റിനെയാണ് അവിടെ ചോദ്യം ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്, ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് വേണമെങ്കിൽ പറയാം. കോഡ് ഓഫ് കണ്ടക്ട് അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാവണം. അതിപ്പോൾ ഏത് ഓർഗനൈസേഷനിലാണ് അങ്ങനെ ഉണ്ട്, അല്ലെ? നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എംപ്ലോയീസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എംപ്ലോയീസ് തമ്മിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓൾറെഡി ഒരു പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫോളോ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിനാണെങ്കിലും ഒരു ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതാണ് എസ്റ്റാബ്ലിഷിംഗ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. അതായത് നമുക്കറിയാം ഈ കോഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? ഇല്ല, അത് കംപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് അത് ഫോളോ ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ അത് ആ മേളിൽ, അതായത് നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവലിൽ നിന്നാണ് ഇത് മൂവ് ചെയ്യേണ്ടത് പറഞ്ഞു, ടോപ്പ് ലെവലിൽ നിന്ന് മിഡിലോട്ടും പിന്നെ ലോവറിലോട്ടുമാണ് ഈ ഒരു എത്തിക്സ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ ഈ മേളിൽ, അതായത് ടോപ്പ് ലെവലിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഡിസിഷൻസും റൂൾസും കോഡ് ഓഫ് കണ്ടക്ട് എല്ലാം താഴത്തെ ലെവലിലോട്ട് വരുന്നുണ്ടോ? ഇനി അതേപോലെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത് കയറി വരുന്ന ഓരോ എംപ്ലോയീസ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ട്. ഇനി ഫോർത്ത് പോയിന്റ് ആണ് ഇൻവോൾവിംഗ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്. അപ്പൊ നമുക്കറിയാം ഈ എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മുടെ ഹോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? എംപ്ലോയീസ് ലോവർ ലെവൽ എംപ്ലോയീസ് ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ടോപ്പ് ലെവൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ എംപ്ലോയീസും നമ്മുടെ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അതായത് ടോപ്പ് ലെവലിന് മാത്രം ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്നോ അല്ലെങ്കിൽ മിഡിൽ ലെവലിന് മാത്രമാണ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ എന്ത് വേണം, എംപ്ലോയീസും ഇതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കോമൺ ആയിട്ടുള്ള എത്തിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുക എന്നുള്ളതും അവരെ മനസ്സിലാക്കിപ്പിക്കണം. അത് അവരെ പ്രോപ്പർലി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെഷറിംഗ് ദ റിസൾട്ട്സ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു മെഷറിംഗ് അല്ലെങ്കിൽ
ഫോളോ അപ്പ് ഇല്ലാണ്ട് അതൊരു സക്സസ്ഫുൾ ആവില്ല. അപ്പം നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, എത്തിക്കൽ പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടാവണം. ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കാനും അതേപോലെ തന്നെ അത് എന്തെങ്കിലും രീതിയിൽ ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനും അതിനെ വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യാനും അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫോൾട്ട് പറ്റിപ്പോയി എന്നൊക്കെ നമുക്ക് കറക്ഷൻ വരുത്താനും ഒക്കെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് ടീം നമുക്ക് ഉണ്ടാവണം. അപ്പം ഇതോടെ നമ്മുടെ ഏകദേശം ചാപ്റ്റർ ഫിനിഷ് അപ്പ് ആവുകയാണ്. ഇതിൽ ജസ്റ്റ് ഗോൾഡൻ റൂൾസ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, എന്തൊക്കെ രീതിയിൽ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷേ അത് ആക്ച്വലി എന്തൊക്കെ രീതിയിലുള്ള പെരുമാറ്റം ആവാം എത്തിക്കൽ ഉള്ളത് അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബി ട്രസ്റ്റ് വർതി, അതായത് പേഴ്സണലി ഇപ്പൊ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ മാത്രമല്ല അല്ലെ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള രീതിയിൽ മാത്രമല്ല ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ എത്തിക്കൽ സ്വഭാവം എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ബിക്കോസ് അങ്ങനത്തെ ആൾക്കാർ മാത്രമാണ് ഈ ഒരു സൊസൈറ്റിയിൽ വളരെ സമാധാനത്തോടെ സർവൈവ് ചെയ്യുള്ളൂ. എത്തിക്സ് ഇല്ലാതെ നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ ഫെയിലിയർ ആവേക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു നേച്ചറാണ് ബി ട്രസ്റ്റ് വർതി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. ചില ആൾക്കാരെ പറ്റി നമുക്ക് അറിയാലോ, ചില ആൾക്കാർ നമ്മളെ അറിയാം, അവരെ നമുക്ക് ഒരു കണക്കിനും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ള നേച്ചർ ഉള്ളവർ. അതേ സ്ഥാനത്ത് ചില വ്യക്തികളെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോഴേ തോന്നും ഓക്കെ ഇന്ന ആളോട് ഞാൻ ഈ പ്രോബ്ലം പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും എന്ന് തോന്നും. അതാണ് എത്തിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം. ഇനി ഹാവിംഗ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, അതായത് റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്, മറ്റുള്ളവരെ പ്രതി നമുക്കൊരു ഉള്ളൊരു ബഹുമാനമാണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു വ്യക്തി അതിപ്പം എത്ര എക്കണോമിക്കലി നമുക്ക് അപ്പ് ആയിക്കോട്ടെ ഡൗൺ ആയിക്കോട്ടെ ഏതൊരു വ്യക്തിക്കും അവരുടേതായ ഒരു ഡിസർവ് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കാനും അത് നമുക്ക് കിട്ടാനും ഉള്ള ഒരു ബാധ്യത നമുക്ക് ഉണ്ട്. ഇനി ഓൺ റെസ്പോൺസിബിലിറ്റി, നമ്മൾ പല കാര്യങ്ങളിലും വോളണ്ടിയർ ആയിട്ട് റെസ്പോൺസിബിൾ ആകുക എന്നുള്ളതാണ്. അതിപ്പം അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ സ്കൂൾസിനാണെങ്കിലും NSS പോലത്തെയും NCC പോലത്തെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി ബി ഫെയർ ഇൻ ഡീലിംഗ്സ്. ഇനി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ വെറുതെ ഒരു റാപ്പർ, ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്, അവിടെ ഒരു മൂലയ്ക്ക് ഒരു ഒന്ന് രണ്ട് റാപ്പർ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഓ ഇതിപ്പോ എന്റെ ഏരിയ അല്ലല്ലോ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അപ്പൊ പിന്നെ ഈ ലാസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് പെറുക്കിയാൽ പോലെ ചിന്തിക്കും അല്ലെ. അപ്പൊ അതാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താണ്, ഓക്കെ ഇത് എന്റെ ക്ലാസ് റൂമിൽ കിടക്കുന്നതാണ്, അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, ഇത് എടുത്തുകൊണ്ട് വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടേക്കാം എന്ന് തോന്നുന്നതാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം കൂടി ഇതിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വോളണ്ടിയർനെസ് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേച്ചർ കാഴ്ചവെക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ബി ഫെയർ ഇൻ ഡീലിംഗ്സ്, അതായത് നമ്മൾ ജസ്റ്റ് അല്ലെങ്കിൽ ഫെയർ ആകുക, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആരെയും നമ്മൾ പറ്റിക്കാവുന്ന രീതിയിൽ പറ്റിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു ബാഡ് റിമാർക്കിൽ അഡ്വാൻറ്റേജ് കാണാൻ പറ്റുമോ, മറ്റുള്ളവർ ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ നോക്കുമോ, ഒന്നും ചെയ്യരുത്. നമ്മുടെ ഡീലിംഗ്സിൽ നമ്മൾ എപ്പോഴും പക്ക പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക. ബി കെയറിംഗ് ടുവേർഡ്സ് ദ വെൽ ബീയിങ് ഓഫ് അതേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ വെൽ ബീയിങ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു വെൽ ബീയിങ്ങിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി അത് നമ്മുടെ ഒരു പ്രോബ്ലം നമ്മൾ പ്രോബ്ലത്തിലായിക്കൊണ്ടാവണം എന്നാണോ, അല്ല, നമ്മൾ സേഫ് ആയിട്ടിരിക്കുക തന്നെ മറ്റുള്ളവരെ നമ്മൾ ഹാമിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാം. പ്രൂവ് ടു ബി എ ഗുഡ് സിറ്റിസൺ ത്രൂ സിവിൽ വെർച്യൂസ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് നല്ലൊരു സിറ്റിസൺ ആവാൻ ശ്രമിക്കുക. ഈ സിറ്റിസൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ലൊരു കുട്ടിയാകുക, നല്ലൊരു അല്ലെ ഫാമിലി മെമ്പർ ആകുക ഇങ്ങനെയൊക്കെ പറയും. മറിച്ച് നല്ലൊരു സിറ്റിസൺ ആകുക എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്, അതായത് രാജ്യത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. നമ്മളാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് പബ്ലിക് പ്ലേസസിൽ യൂറിനേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് ചെയ്യാതെ ഇരുന്നാൽ തന്നെ എന്താണ്, നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ചെയ്താൽ എന്താണ്, നമ്മൾ മെജോറിറ്റി ഓഫ് ദ ബാഡ് പീപ്പിൾ എന്നുള്ള രീതിയിൽ വരും. അതിൽ നിന്ന് ചുരുക്കി വളരെ ചുരുക്കം ചില ഗുഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ചില കാഴ്ചകൾ നമ്മൾ വെക്കണം. ഇപ്പൊ നമ്മൾ ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തീർച്ചയായും നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഗുഡ് ആയിട്ടുള്ള നേച്ചർ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കത് റിട്ടേൺ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വലിയൊരു നമുക്ക് തല പൊട്ടിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. വളരെ ജനറൽ ആയിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള നമുക്കുള്ള ഒരു കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇതിന്റെ അത് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇട്ടേക്കാം. ഇവിടെ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യമാണ് CSR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഡിഫൈൻ ചെയ്യാൻ പറ്റുക. പിന്നെ പൊല്യൂഷന്റെ ചില ടൈപ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പഠിക്കുക. അപ്പം ഈ ബാക്കിയുള്ള ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക വെദർ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. താങ്ക് യു.